ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, പർച്ചേസിങ്ങിന് പോയ നന്ദൂട്ടൻ ഇതുവരെ വന്നില്ലല്ലോ, എന്താ ഈ കുട്ടി ഇത്ര താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നന്ദു കയറി വരുന്നുണ്ട് ഒരു കവറൊക്കെ ആയിട്ട്. മോളെ എല്ലാ സാധനവും മേടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് പറയും, എന്താ നീ ഇത്ര താമസിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ SI ആകുന്നതിന് മുമ്പ് ഒന്ന് നിയമം കയ്യിലെടുക്കേണ്ടി വന്നെന്ന് പറയും. എന്താ നീ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അതമ്മേ, വഴി വെച്ച് ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി, എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല, ഞാൻ അവനെ ഒന്ന് നന്നായിട്ട് പൂശിയെന്ന് പറയും. എൻ്റെ മോളെ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിനക്ക് ട്രെയിനിങ്ങിന് പോകുന്നോടം വരെ ഒരു കാര്യത്തിലും ചെന്ന് ഇടപെടരുതെന്ന്, നീ എന്ത് പണിയാണ് കാണിച്ചെന്നൊക്കെ ചോദിച്ച് നന്ദുവിനെ വഴക്ക് പറയുന്നുണ്ട് കനക. അപ്പം ഗോവിന്ദൻ പറയും, എന്തായാലും പെരുവഴിയിൽ വെച്ച് ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുന്നവൻ എന്തായാലും നല്ലവനായിരിക്കുകയല്ലോ, അതുകൊണ്ട് സാരമില്ല പോട്ടെ എന്നൊക്കെ പറയും. അന്നേരം കനക പറയാം, ഇനിയിപ്പോൾ എന്തായാലും സാധനമൊക്കെ മേടിച്ചോ എന്ന് ചോദിച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം പറയും, സാധനമൊക്കെ ഞാൻ അത്യാവശ്യത്തിനുള്ളതെല്ലാം മേടിച്ചിട്ടുണ്ട്, പിന്നെ നയനേച്ചിയൊക്കെ വിലമൊക്കെ മേടിച്ച് തരുമല്ലോ, അതെല്ലാം കൂട്ടി മതി, പിന്നെ ബാക്കിയുള്ളത് അവിടുന്ന് മേടിച്ചോളാന്ന് പറയും. എന്നാൽ അത് മതി എന്ന് പറഞ്ഞ് കനക നന്ദുവിനെ അകത്തേക്ക് അങ്ങ് വിടുന്നുണ്ട്. നന്ദു പോകുന്ന ഉടനെ കനക ഗോവിന്ദനോട് പറയും, ഞാനിതാ പറഞ്ഞേ ഇവളെ കൊണ്ട് കാക്കി ഇടിയിക്കേണ്ടെന്ന്, കാക്കി ഇല്ലാഞ്ഞിട്ട് തന്നെ ഇവൾ ആരെയും വെറുതെ വെച്ചേക്കുന്നില്ല, ഇനിയിപ്പോൾ കാക്കിയും കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് അക്രമം കണ്ടാലും അവരെ എല്ലാം എടുത്തിട്ട് അടിക്കും, അതൊരു പ്രശ്നമായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഇവൾ കാക്കി ഇടുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ലെന്ന് പറയും. അതെന്തായാലും സാരമില്ല കനകയെ, അവളുടെ ഇഷ്ടമല്ലായിരുന്നോ, അവൾ അതുപോലെ തന്നെ അങ്ങ് ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദന്. പിന്നീട് കാണിക്കുന്നത് നവിയെ പുറത്തു പോകാനായിട്ട് ഒരുങ്ങി നയനയുടെ അടുത്ത് വരുന്നതാണ്. എന്നിട്ട് നയനയോട് ചോദിക്കും, നയന നിൻ്റെ തലവേദന മാറിയില്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല ചേച്ചി, ആ തുളസിയില ഇട്ട് ആവി പിടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം എല്ലാം മാറിയെന്ന് പറയും. എന്താ ചേച്ചി നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെന്ന് ചോദിക്കും. ഞാനൊന്ന് പുറത്ത് പോവാം, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അത് അവനോട് പറഞ്ഞ് അവൻ അതൊന്നും മേടിച്ചൊന്നും തരത്തില്ല, അവൻ കറങ്ങാൻ പോയിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് പോകാൻ തീരുമാനിച്ചെന്ന് പറയും. എന്നാൽ ചേച്ചി ഇങ്ങനെ ഇത്രയും വയ്യായിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോകണ്ട, ഞാനിവിടെ വരാമെന്ന് പറയും. വേണ്ട, നീ വരണ്ട, നിൻ്റെ അമ്മായിയമ്മ സമ്മതിക്കുകയില്ലല്ലോ, ഒന്നാമതേ നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് നീ വീട്ടിൽ പോകാൻ ഇറങ്ങിയിട്ട് പോലും അമ്മ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് നീ തിരിച്ചും കയറി പോന്നതല്ലേ, അതുകൊണ്ട് വേണ്ടെന്ന് പറയും. അല്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം മാറിയല്ലോ, പിന്നെ നാളെ നന്ദു പോവുമല്ലേ ട്രെയിനിങ്ങിന്, അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിച്ച് കൊടുക്കണ്ടേ, അതുകൊണ്ട് നമുക്ക് പോയേക്കാം, ഞാനിവിടെ വരാമെന്ന് ഒരുങ്ങട്ടെന്ന് പറഞ്ഞ് നയനയും ഒരുങ്ങി ഇറങ്ങുകയാണ്. ഇവർ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് ദേവയാനി ഹാളിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. അയ്യോ അമ്മ നിൽക്കുന്നു, എന്ത് ചെയ്യും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നുണ്ട് നയന. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കാണുന്ന ഉടനെ ദേവയാനി ചോദിക്കും, രണ്ടുപേരും ഒരുങ്ങി എങ്ങോട്ടാണെന്ന് ചോദിക്കും. അത് ഞങ്ങളൊന്ന് പുറത്ത് പോവുക, നാളെ നന്ദു ട്രെയിനിങ്ങിന് പോവല്ലേ, അപ്പോൾ അവൾക്ക് കുറച്ച് സാധനമൊക്കെ മേടിച്ച് കൊടുക്കണം, അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയും. നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് നീ ഇവിടെ കിടക്കുകയില്ലായിരുന്നോ, പിന്നെ നീ എന്തിനാ പുറത്ത് പോകുന്ന, വെയിലൊക്കെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വീണ്ടും പ്രശ്നമാകുകയില്ലേ, പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, ഇവൾ തന്നെ പോകത്തില്ല എന്നൊക്കെ ചോദിക്കും. അത് ഞാനൊന്ന് പോയിട്ട് വരാം, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് നയന പറയുന്നുണ്ട്. അമ്മ തന്ന തുളസിയില ഇട്ട് ഞാനൊന്ന് ആവി പിടിച്ചപ്പോഴേ എൻ്റെ അസുഖം എല്ലാം പോയെന്ന് നയന പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ദേവയാനിക്ക്. എന്തായാലും നീ പിന്നെ എന്നോട് കള്ളം പറഞ്ഞതാണോ ഇനിയും തലവേദനയാണെന്ന് പറഞ്ഞ് നീ ഇന്ന് ഓഫീസിൽ പോകാതൊക്കെ ഇരുന്നത്, നിൻ്റെ അനിയത്തി ട്രെയിനിങ്ങിന് പോകുന്നതിന് അവളെ കാണാൻ നിങ്ങൾ രണ്ടുപേരുടെ പ്ലാൻ ചെയ്ത് പോകാനിരുന്നുകൊണ്ടാണോ എന്നോട് കള്ളം പറഞ്ഞെന്നൊക്കെ ചോദിക്കും. ഇല്ലമ്മേ, എനിക്ക് തലവേദന തന്നെയായിരുന്നു, ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്തായാലും സന്ധ്യയ്ക്ക് മുമ്പേ രണ്ടുപേരും ഇനി വന്നേക്കണം, പിന്നെ ആദർശിനെ വിഷമിപ്പിക്കാനൊന്നും നിന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന പരുവത്തിലൊക്കെയാണ് ദേവയാനി ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ശരി ഞങ്ങൾ പോയേച്ച് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് പോകുന്നതിനിടയിൽ നവ്യ പറയുന്നുണ്ട്, എന്നാലും നിൻ്റെ അമ്മായിയും ഒരു വല്ലാത്ത സ്വഭാവം തന്നെ, നിനക്കൊരു വയ്യാഴിക വന്നപ്പോൾ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നിന്നെ പുറത്തോട്ട് വിടത്തേയില്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ 2 ദിവസം പോയി നിന്നെന്ന് പറഞ്ഞ് എന്താ കുഴപ്പം, ആദർശേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ആദർശേട്ടന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. എന്നിട്ട് പിന്നെ ഈ അമ്മായിക്ക് മാത്രം എന്നെ ഇങ്ങനെയൊക്കെ കുഴപ്പം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറയും. അപ്പം നയന മനസ്സിലോർക്കുന്നുണ്ട്, ആ ഒരു അന്വേഷണത്തിലാണ് ഞാനും, അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ താമസിയാതെ കണ്ടുപിടിക്കുമെന്ന്. അപ്പോൾ ഇവർ പോകുന്നത് നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ് ദേവയാനി. അപ്പോൾ ദേവയാനി മനസ്സിലോർക്കും, 2 ദിവസം അവളുടെ വീട്ടിൽ അവർ നിന്നോട്ടെന്ന് പറയേണ്ടതായിരുന്നു, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നയനയും നവിയും കൂടെ നന്ദുവിനെയും കൂട്ടി കടയിൽ പോയി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞ് നന്ദു പല ഡ്രസ്സും വേണ്ടെന്ന് പറയും. പക്ഷേ നവിയും നയനയും പറയും, അതൊക്കെ എടുത്തോണം, നിനക്ക് അവിടെ ഡെയിലി ഇടാനുള്ളതൊക്കെ അല്ലേ, അപ്പോൾ ആവശ്യത്തിന് ഡ്രസ്സൊക്കെ എടുക്കാൻ പറയും. വേണ്ട ചേച്ചി, ഒത്തിരി കാശൊന്നും ചിലവാക്കാൻ
നടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് നന്ദു പറയും. അത് സാരമില്ല, എനിക്കിപ്പം ഇവിടെ നല്ല സാലറി കിട്ടുന്നുണ്ട്, അത് കാരണം ആ കാശൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. അച്ഛന് കൊടുക്കാമെന്ന് വെച്ചാൽ അച്ഛൻ മേടിക്കില്ല, പിന്നെ ആദർശേട്ടന് തിരിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ ആദർശേട്ടന് സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ കാശുണ്ട് മോളെ, ഞാൻ അങ്ങനെ ദൂർത്തടിക്കത്തൊന്നുമില്ല. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ചിലവഴിക്കാനുള്ളതല്ലേ ക്യാഷ്, അത് കാരണം നീ ആവശ്യത്തിന് എല്ലാം എടുത്തോണം എന്ന് പറയും. അച്ഛൻ എങ്ങനെയാണ് ചേച്ചി ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നത്? അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ആദർശേട്ടൻ അത്രയും വലിയൊരു വീട് തന്നെ മേടിച്ചു കൊടുത്തില്ലേ, പിന്നെ ബാങ്കിലെ ലോണെല്ലാം അടച്ചു തീർക്കുകയും ചെയ്തു. അപ്പം പിന്നെ വീണ്ടും കാശൊക്കെ നിങ്ങളുടെ നിന്ന് മേടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയും. അത് ശരിയാ മോളെ, പിന്നെ നയനയല്ലേ അമ്മായിക്ക് കരൾ കൊടുത്തത്, അമ്മായിയാണെങ്കിൽ അവർക്ക് 50 ലക്ഷം കൊടുക്കാനാണ് റെഡിയായിരുന്നത്. അതുപോലെ തന്നെ വേറെ ആരാണെങ്കിലും കൊടുത്തിരുന്നെങ്കിലും ഇതിൽ കൂടുതൽ ആദർശേട്ടനും അച്ഛനും ഒക്കെ കൊടുത്തേനും, പിന്നെ അമ്മായിയും കൊടുത്തേനും. അപ്പം പിന്നെ ഇതൊരു ചെറിയ എമൗണ്ട് ആയിട്ട് കരുതിയാൽ പോരെ എന്നൊക്കെ നവിയും പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോരാന്ന് പറയും. അമ്മ എങ്ങാനും അറിഞ്ഞാൽ അമ്മയെ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞ് ബേളം വെക്കില്ലേ, അച്ഛൻ എന്തായാലും വരത്തില്ലെന്ന് പറയും. അമ്മയ്ക്ക് സമയമില്ലായിരുന്നു ചേച്ചി, അമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കില്ല, അതുകൊണ്ട് വിളിച്ചതായിരുന്നു ഞാൻ, പക്ഷെ വരുന്നില്ലെന്നാണ് പറഞ്ഞെന്ന് പറയും. എന്നാൽ നമുക്ക് പോയി ഫുഡ് കഴിക്കാം, നമുക്കിന്ന് വീട്ടിൽ കൂടേണ്ടതായിരുന്നു, പക്ഷേ അമ്മ സമ്മതിക്കുകയില്ലാത്തതുകൊണ്ടാ എന്നൊക്കെ നയനയും പറയും. വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ ഇപ്പം മടിയായി ചേച്ചി എന്ന് നന്ദു പറയുന്നുണ്ട്. മോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ തോന്നും, പിന്നീട് അതങ്ങ് ശരിയായിക്കോളും, അതുകൊണ്ട് ഒരു മടിയും കൂടാതെ പോകണം കേട്ടോ എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ ഇവരൊരു റെസ്റ്റോറൻറ്റിൽ പോയി 3 പേരും കൂടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, നിനക്ക് ചെറുപ്പത്തിൽ ചോറൊക്കെ വാരി തന്നുകൊണ്ടിരുന്നത് ഞാനാ, ചേച്ചിയല്ലെന്ന് പറയും. അപ്പം എന്നിട്ട് വാരിയൊക്കെ കൊടുക്കുന്നുണ്ട് നന്ദുവിന്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിന്നെ സോപ്പിടുക, നീ ഇപ്പോൾ SI ആയി വരുമ്പോഴത്തേനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കണമല്ലോ, അതിനുവേണ്ടിയാന്ന് പറയും. എനിക്കങ്ങനെ ഒരു കാര്യങ്ങളും സാധിച്ചൊന്നും എടുക്കാനില്ല, ചേച്ചിയല്ലേ ഇപ്പം പല കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞത്, ഭർത്താവിനെ അമ്മായിമ്മയൊക്കെ എടുത്തിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞത് ചേച്ചിയല്ലേ എന്ന് ചോദിക്കും. അത് പിന്നെ അവർക്കത് അത്യാവശ്യമാണ്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞെന്ന് പറയും. അതൊക്കെ ശരിയാണ്, പക്ഷേ അവരെക്കാൾ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടത് ആ അനാമികയുടെ അച്ഛനെയും അമ്മയാണെന്ന് നന്ദു പറയുന്നുണ്ട്. അമ്മായി കഴിച്ച പാലിനകത്ത് വിഷം കലർന്നുകൊണ്ടാണ് അമ്മായിക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അതെങ്ങനെയാണെന്ന് എവിടുന്ന് വന്നെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നുള്ളത് അമ്മ അവൾക്ക് കുറേ സ്വർണ്ണമൊക്കെ കൊടുത്തിരുന്നു, അതിലൊരു മാല കാണാൻ പോയിട്ടുണ്ട്, അത് എവിടെ പോയി എന്നുള്ളതും കുത്തിപ്പൊക്കണം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കുത്തിപ്പൊക്കണമെന്ന് നയനയും നവിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നന്ദു പറയും, എന്തായാലും ഞാനൊന്ന് SI വേഷത്തിൽ വന്നോട്ടെ ചേച്ചി, അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാത്തിനും ഒന്ന് പൊളിച്ചെടുക്കേണ്ടി വരും, എല്ലാം നമുക്ക് പൊക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സന്തോഷത്തോടെ ഇറങ്ങി വെളിയിലേക്ക് വരുമ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. അപ്പം നവി ചോദിക്കുന്നുണ്ട്, മോളെ നാളെ നീ പോലീസ് ട്രെയിനിങ്ങിന് പോകാമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നിന്നെ തിരക്കെയാണ് ഈ പോലീസൊക്കെ വന്നെന്ന് ചോദിക്കും. അതൊന്നും അല്ല ചേച്ചി, അവരും എന്തെങ്കിലും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതായിരിക്കും എന്ന് പറയും. എന്നിട്ട് ആ പോലീസ് ജീപ്പ് ഇവരുടെ അടുത്ത് വന്ന് നിന്നിട്ട് SI ഇറങ്ങിയിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ഈ കൂട്ടത്തിൽ നന്ദു വരാമെന്ന്. ഞാൻ ആ സാറിന് നന്ദു മറുപടി പറയും. എന്നാൽ കുട്ടി പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് പറയും. എന്താ കാര്യം എന്ന് ചോദിക്കും. ചെറിയൊരു കേസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് വേണ്ടി ഡിസ്കസ് ചെയ്യാനായിട്ട് അവിടെ വരെ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. സാർ ഇവൾ നാളെ പോലീസ് ട്രെയിനിങ്ങിന് പോകാമെന്ന് പറയും, SI സെലക്ഷൻ കിട്ടിയതാന്ന് പറയും. അപ്പം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടല്ലോ, കാര്യം പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ, അതുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം, സ്റ്റേഷൻ വരെ വന്നേ പറ്റത്തുള്ളൂ, വണ്ടിയെ കയറാൻ പറയും. ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് നന്ദുവും പറയുന്നുണ്ട്. എന്താ സാർ കേസ് എന്താണെന്ന് ഒരുപാട് പ്രാവശ്യം നവിയും നയനും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം, എവിടുത്തെയാണെന്നും എന്താണെന്നൊക്കെ, അതുകൊണ്ട് നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്താൽ മതി. ഇന്നത്തെ കാലത്ത് ആൺപിള്ളേരെ പോലെ തന്നെ ലഹരിക്ക് അടിമകളാണ് പെൺപിള്ളേരും. ലഹരി കയറി കഴിയുമ്പം പല പെൺപിള്ളേരും പല കോപ്രായങ്ങളും കാണിക്കാറുണ്ട് എന്ന് പറയുന്ന ഉടനെ നന്ദു പറയും, സാർ ഞാൻ ലഹരിയൊന്നും ഉപയോഗിക്കാറില്ലെന്ന്. അതെന്തായാലും കുട്ടി സ്റ്റേഷനിൽ വാ, നമുക്ക് അവിടെ വെച്ച് നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറയും. അന്നേരം നവ്യ പറയും, സാർ അവളെ കൊണ്ടുപോകരുതെന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ കാണേണ്ടവരൊക്കെ ഞങ്ങൾക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നന്ദുവിനെ സ്റ്റേഷനിലേക്ക് വണ്ടിയെ കയറ്റി ഞാൻ കൊണ്ടുപോവാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നാളെ അവൾ ട്രെയിനിങ്ങിന് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് ആരോ അവളെ കുടുക്കിയതാണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ശരിയാ ചേച്ചി, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, അവളെ ആരോ കുടുക്കിയതായിരിക്കും, അല്ലാതെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.